ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2022 പുറത്തിറങ്ങിയ ഹാഫ് സ്റ്റോറീസ് എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് നമ്മളെ കാണിക്കുന്നത്. ഇവർ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബദ്ധത്തിൽ ഒന്ന് കൈ മുറിയുന്നുണ്ട്. അയ്യോ, രക്തം വരുന്നല്ലോ എന്ന് പറഞ്ഞ് ബാൻഡേഡൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഓണറുടെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറയുന്നു. എനിക്ക് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവർ മുകളിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ബാൽക്കണിയിൽ ഒരാൾ വളരെ വിഷമത്തിൽ കിടക്കുകയാണ്. സർ, ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ കാണാനായി വാ എന്ന് പറഞ്ഞ് വേറൊരാൾ വിളിക്കുന്നുണ്ട്. അതിന് ഈ വ്യക്തി തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കുറച്ചു നേരം സങ്കടത്തോടെ നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം ആളെ കാണാനായി പോകുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കാറിൽ രണ്ടുപേരും ഇരിക്കുന്നത് നമുക്ക് കാണാം. ഒരു സ്വാമിയെ ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇതിലൊരാൾ രോഗിയായി അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വേലക്കാരി സ്ത്രീയും ഫോൺ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ ബിസിയാണ്, പിന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരെയും കാണിക്കുന്നു. ആ സ്വാമി ഒരു മലപ്രദേശത്താണ് താമസിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മാനസിക നില തെറ്റിയ പോലെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടണിൽ ഒരു ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ സ്വാമിയെ കാണാനായി അവർ വരുന്നുണ്ട്. എൻ്റെ അനിയന് ബുദ്ധി വളർച്ച കുറവാണ്, നിങ്ങളാണ് ശരിയാക്കി തരേണ്ടത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവർ കള്ളത്തരം കാണിക്കാൻ വന്നതാണെന്ന് ആ സ്വാമി കണ്ടുപിടിക്കുന്നു. ഓഹോ, കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ച് ഇവരും നേരിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ പിശാച് എന്നൊന്നുമില്ല, പക്ഷെ അത് വെച്ച് നിങ്ങൾ ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങളുടെ ബോസിന്റെ അച്ഛൻ റീസെന്റ് ആയിട്ടാണ് മരിച്ചത്. പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഈ സ്ഥലത്തേക്ക് വരുത്തി കാണിക്കുക എന്നൊക്കെ ഇവർ രണ്ടുപേരും ചോദിക്കുന്നു. ഇത്രയും സമയം മിണ്ടാതിരുന്ന സ്വാമി ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. വരുത്തി കാണിക്കാമെന്ന് പറഞ്ഞ് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ ആ വ്യക്തി, അതായത് മരിച്ചുപോയ അച്ഛൻ, പൂർണ്ണ നഗ്നനായി ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ വന്ന ആ രൂപത്തെ കണ്ട് ഇവർ രണ്ടുപേരും ആകെ ഷോക്കായി പോകുന്നു. എന്താ, സത്യമായിട്ടും വരുത്തി കാണിച്ചോ എന്ന് പറഞ്ഞ് പേടിച്ച് ഇവിടെ നിന്നും ഇവർ ഓടാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ ആ മകനും കാണുന്നുണ്ടല്ലോ. പുള്ളിയും ഭയങ്കരമായി ഷോക്കായി ഇരിക്കുകയാണ്. ഇവന്മാർ ഓടുമ്പോൾ അബദ്ധത്തിൽ ആ ക്യാമറ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ആ സ്വാമി ക്യാമറയെ നോക്കി സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ പ്രേതം, അമാനുഷികത ഒക്കെ സത്യം തന്നെയാണെന്ന് പറഞ്ഞ് ആ ക്യാമറ അവിടെ വെച്ച് ഉടച്ചു കളയുന്നു. ഇവിടെയാണ് ഹാഫ് സ്റ്റോറീസ് എന്ന സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോട്ടലാണ് നമ്മളെ കാണിക്കുന്നത്. ഇവിടെ ശിവ എന്ന് പറയുന്ന ഒരാൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ചിന്ന അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇയാൾക്ക് വേണ്ടി മദ്യമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ശിവയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ടർ ആകണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഥയൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നു. അങ്ങനെ കട്ട് ചെയ്താൽ ഒരു അച്ഛനെ കാണിക്കുന്നു. വേഗം റെഡിയാവും മോളെ എന്ന് മകളോട് പറയുന്നു. മകളുടെ പേര് ലക്ഷ്മി എന്നാണ്. അവരും വേഗത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാനമ്മ മാത്രമാണ് ഉള്ളത്. ആ രണ്ടാനമ്മയ്ക്ക് ലക്ഷ്മി ഫംഗ്ഷന് വരുന്നതിൽ ഒട്ടും താല്പര്യമില്ല. എപ്പോഴും ഇവള് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണോ, വീട്ടിലിരുന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. നീ ഇരിക്കും, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് ഭർത്താവ് പറയുന്നു. ഇപ്പോൾ മകളോട് മടിച്ച് ആ കാര്യം പറയാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ മകൾക്ക് കാര്യം മനസ്സിലാവുന്നു. നിങ്ങൾ പോയിട്ട് വാച്ചാ, ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് പറയാണ്. എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞ് അച്ഛനും സങ്കടത്തോടെ പുറത്തു വരുന്നു. രണ്ടുപേരും ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. വീണ്ടും കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കുന്നു. ഇപ്പോൾ ചിന്ന മദ്യം എടുത്തു വെക്കുമ്പോഴാണ് അവർക്ക് കോൾ വരുന്നത്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വാ എന്ന് ലക്ഷ്മി പറയാണ്. ഇവരും ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. ചിന്നയുടെ സ്വന്തക്കാരിലെ ഒരു കുട്ടിയാണ് ലക്ഷ്മി. അതുകൊണ്ട് ഇദ്ദേഹം അവർ ചോദിച്ചതുപോലെ ഭക്ഷണം വാങ്ങി വരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ഈ സ്ഥലത്തിരുന്ന് ബിയറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പാരൻസ് എവിടെയെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ഫംഗ്ഷന് വേണ്ടി പോയിരിക്കുകയാണ് എന്ന് ലക്ഷ്മിയും പറയുന്നു. ഇപ്പോൾ ചിന്ന, ഞങ്ങൾ രണ്ടുപേരും മുകളിലിരുന്ന് മദ്യപിക്കുകയാണ്, സൈഡ് ഡിഷ് മാത്രം എടുത്തു വാ എന്ന് പറയാണ്. ഇവർ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും കുറച്ച് സമയത്തിനുള്ളിൽ സൈഡ് ഡിഷൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഹീറോ ഇവരെ കണ്ട് വളരെ മടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഡയറക്ടറായിട്ട് ഇത്രയും മടിച്ചാൽ എങ്ങനെയാ എന്നിവർ ചോദിക്കുന്നുണ്ട്. കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞതാ എന്ന് ചോദിക്കുകയാണ്. അതേ അളിയ, പറ എന്ന് ചിന്നയും ചോദിക്കുന്നു. ശരി, പറയാമെന്ന് പറഞ്ഞ് ഇദ്ദേഹവും ഒരു കഥ പറയുന്നു. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ രണ്ടുപേർ ഇരിക്കുന്നത് നമുക്ക് കാണാം. പെൺകുട്ടിയുടെ പേര് പ്രിയ, ചെക്കൻ്റെ പേര് കമൽ. ഇപ്പോൾ കമലിനോട് പ്രിയ സംസാരിക്കാൻ തുടങ്ങുന്നു. നീ ഒരു പാർട്ടിക്ക് വരാൻ പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റില്ല, പ്ലീസ് മനസ്സിലാക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കമലിന് ഭയങ്കര ദേഷ്യം വരുന്നു. ഒന്നും മിണ്ടാതെ വേഗത്തിൽ ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഇവർ ബില്ല് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇവരും സങ്കടത്തോടെ ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വേറൊരു അപരിചിതനായ വ്യക്തി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പ്രിയ അവരുടെ കാർ എടുക്കാനായി പാർക്കിംഗ് ഏരിയയിലേക്ക് വരികയാണ്. ആ വ്യക്തി ഫോളോ ചെയ്ത് വരുന്നുണ്ട്.
ഇവർക്ക് ഡൗട്ട് അടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. ആ വ്യക്തി ഇവർ നോക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. ഇവർ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. ഇവനും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർ കാർ എടുക്കാനായി വരുന്നു. പക്ഷെ കാറിന്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ പുറകിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. പ്രിയ ഷോക്കായി തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ അവിടെയുള്ള വർക്കറാണ് വന്നിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ തുറന്നു തരാം എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കുന്നു. ഇവരും താങ്ക് യു എന്ന് പറഞ്ഞ ആ വ്യക്തിയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് ഇവർക്ക് കമലിന്റെ അടുത്ത് നിന്നും കോൾ വരുന്നത്. അറിയാതെ ദേഷ്യപ്പെട്ടു പോയി, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് സോറിയൊക്കെ പറയുന്നുണ്ട്. സാരല്ല, ഇരിക്കട്ടെ എന്ന് അവരും പറയുന്നു. ഇപ്പോൾ കാർ എടുത്ത് ഇവിടെ നിന്നും പോവാൻ തുടങ്ങുകയാണ്. ഇവരെ വീഡിയോ എടുത്ത് ഒരുത്തനുണ്ടല്ലോ, ഇവർ കാറിൽ പോകുന്നത് കണ്ട ഉടനെ ഇവനും ബൈക്കിൽ വേഗത്തിൽ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കമലിനെ കാണിക്കുന്നു. ഇദ്ദേഹം ഒരു ജ്വല്ലറിയിലേക്ക് വരുന്നുണ്ട്. ഒരു മോതിരം സെലക്ട് ചെയ്യുന്നു. ഈ മോതിരം അവർക്ക് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ കോൾ വരുന്നത്. നിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്, നീ എപ്പോൾ വരും എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ വരാം എന്ന് ഇദ്ദേഹവും പറയുന്നുണ്ട്. ഫോളോ ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അവൻ പ്രിയയുടെ വീട് വരെ വരുന്നു. ഇപ്പോൾ വീടൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീടിനുള്ളിലെ പാർക്കിംഗ് നമ്മളെ കാണിക്കുന്നത്. കാറിനുള്ളിൽ ഇരുന്ന് ഒരാൾ ഇവൻ ഫോട്ടോ എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വ്യക്തി ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അടുത്ത ഷോട്ടിൽ ഫോളോ ചെയ്തവനെ ഇദ്ദേഹം അടിച്ചിട്ടിരിക്കുന്നത് കാണാം. ഇവൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇദ്ദേഹം ഫോൺ വാങ്ങി നോക്കുകയാണ്. എന്റെ ഭാര്യയെ ഫോളോ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കും എന്ന് പറഞ്ഞ് അടിക്കുകയാണ്. അപ്പോഴാണ് പ്രിയയ്ക്ക് കല്യാണം കഴിഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പ്രിയ വീട്ടിലിരിക്കുകയാണല്ലോ. ഇദ്ദേഹം വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. കമലിനെ മീറ്റ് ചെയ്യരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും മീറ്റ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. എന്ത് ചെയ്യും എന്ന് ഇവരും തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ പോകാമെന്ന് വിചാരിച്ച് അദ്ദേഹം വീണ്ടും ദേഷ്യത്തോടെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നുണ്ട്. ഇവരും പേടിക്കാൻ തുടങ്ങാണ്. ആ സിഗരറ്റ് ഉണ്ടല്ലോ, അതൊക്കെ കയ്യിൽ വെക്കുന്നു. ഇവർക്ക് ഇതൊക്കെ ശീലമായി പോയിട്ടുണ്ട്. ഇവർ വലുതായി റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഇദ്ദേഹം ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് അഫെയർ ഉണ്ടായതെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും നമുക്ക് കമലിനെ കാണിച്ചു തരുന്നു. കമലിന്റെ ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് കമലും വന്നു ചേരുന്നുണ്ട്. ഇവർക്ക് മുമ്പേ ഇവരുടെ ഫ്രണ്ട് ഉള്ളിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്ന കമൽ വാ വോഡ്ക കുടിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കമലിന് വോഡ്ക വളരെ ഇഷ്ടമാണ്. അവസാന നിമിഷം പാർട്ടിക്ക് വരില്ല എന്ന് പ്രിയ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ലൈബ്രറിയിൽ നിന്നും പുതുതായി ഒരു പുസ്തകം എടുത്തു. അതിന്റെ പേര് ഹാഫ് സ്റ്റോറീസ്. ഒരു കഥ വായിക്കാൻ തുടങ്ങി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നൊക്കെ ഇദ്ദേഹത്തോട് പറയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തോ ജോലി വരുന്നുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് അവിടെ നിന്ന് പോവാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആരായിരിക്കുമെന്ന് കമൽ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്. നോക്കിയാൽ ആ സ്ഥലത്ത് ആരെയും കാണാനില്ല. പിന്നെ എങ്ങനെ ശബ്ദം കേട്ടുവെന്ന് ഇദ്ദേഹവും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ വീടിനുള്ളിൽ വന്ന് മറ്റു ജോലികളൊക്കെ ഇദ്ദേഹം നോക്കാൻ തുടങ്ങാണ്. മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ പെട്ടെന്ന് പുറകിലൂടെ പോയതുപോലെ തോന്നുന്നുണ്ട്. ആരാ പോയതെന്ന് ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ആരെയും അവിടെ കാണാനില്ല. പിന്നെ എങ്ങനെ അങ്ങനെ തോന്നി എന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ വീട്ടിൽ ആരോ ഉള്ളതുപോലെ ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഈ സ്ഥലത്ത് കറണ്ടും പോകുന്നു. ഇദ്ദേഹം ആകെ പേടിച്ചു പോവാണ്. ഇപ്പൊ ടോർച്ച് ലൈറ്റ് വെളിച്ചത്തിൽ ഓരോ സ്ഥലമായി നോക്കുന്നുണ്ട്. മുകളിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ ഒരു പ്രേതം അറ്റാക്ക് ചെയ്യുന്നത് പോലെ വരുന്നു. ഇദ്ദേഹം പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. യഥാർത്ഥത്തിൽ ഫ്രണ്ട് പോയ ഉടനെ ഇദ്ദേഹം കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വപ്നമായിരുന്നോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ഹാഫ് സ്റ്റോറീസ് എന്നൊരു പുസ്തകത്തെ പറ്റി പറഞ്ഞില്ലേ, അത് ടേബിളിന് മുകളിൽ തന്നെയുണ്ട്. ഇതെങ്കിലും വായിക്കാമെന്ന് പറഞ്ഞ് കമലും അതെടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. ആ കഥ നമുക്ക് വിഷ്വലായി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ലോറി രാത്രി സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വഴിക്കായി ഒരു പെൺകുട്ടി ബൈക്ക് റിപ്പയർ ആയതുപോലെ വെയിറ്റ് ചെയ്യാണ്. പെൺകുട്ടി കാണാൻ കൊള്ളാമല്ലോ, എന്താണെന്ന് പോയി അന്വേഷിക്കുന്ന ക്ലീനറോട് ഡ്രൈവർ പറയുന്നുണ്ട്. ക്ലീനറും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് അവർ പറയുന്നു. ഇരിക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇവനും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് ഇവരെ നോക്കി പറയുന്നുണ്ട്. ഞങ്ങൾ ആ വഴിക്കാണ് പോകുന്നത്, വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം, വണ്ടിയിൽ കയറിക്കോ എന്ന് പറയാണ്. ഇവരും ആലോചിച്ചുകൊണ്ട് വണ്ടിയിൽ കയറാമെന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലീനർ ചെക്കനുണ്ടല്ലോ, ലഹരിക്ക് വേണ്ടി എന്തോ ഒരു സാധനമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടി എടുത്ത് ഇവരും പോകാൻ തുടങ്ങുന്നു. ഇതുവരെ കമൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത്തവണ ആരാണ് എന്ന് ഇദ്ദേഹം വാതിൽ തുറന്ന് പുറത്തു നോക്കുന്നു. ആ സ്ഥലത്ത് ആരെയും കാണാനില്ല. ഇദ്ദേഹം തിരിച്ചു നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഊഞ്ഞാലാടുന്ന ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ ഊഞ്ഞാലിൽ ആരോ ഇരിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ആരാടാ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഇദ്ദേഹവും പേടിച്ചുകൊണ്ട് പതുക്കെ അടുത്തേക്ക് നോക്കി വരുന്നു. പേടിച്ചുകൊണ്ട് ആ ഊഞ്ഞാൽ തിരിക്കുന്നു. ആ സ്ഥലത്ത് നോക്കിയാൽ പ്രിയയാണ് ഇരിക്കുന്നത്. എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഇവിടെ എന്ന് ഇദ്ദേഹവും ചോദിക്കുന്നുണ്ട്. എന്റെ ഭർത്താവും ഞാനും തമ്മിൽ ഇന്ന് വലിയ വഴക്കായി. ഇതിനുശേഷം ആ വീടിന്റെ പരിസരത്ത് പോലും ഞാൻ പോവില്ല. നിന്റെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിനോട് പറയുന്നു. ശരി വാ നോക്കുക എന്ന് പറഞ്ഞ് ഇദ്ദേഹവും വീടിനുള്ളിലേക്ക് ഇവരെ കൂട്ടി കൊണ്ടുപോകുന്നു. അദ്ദേഹം മറ്റു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരും സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന പുസ്തകം കാണുന്നു. ഇതെന്താ ഹാഫ് സ്റ്റോറീസ് എന്ന പുസ്തകമോ എന്ന് പറഞ്ഞ് ഇവർ വായിക്കാൻ തുടങ്ങുന്നു. ഇദ്ദേഹം നേരത്തെ വായിച്ച സീനുകളൊക്കെ ഇവരും വായിക്കുന്നുണ്ട്.
അദ്ദേഹം വായിച്ച സീൻ വരെ ഫാസ്റ്റ് ഫോർവേഡായി നമ്മളെ കാണിക്കുന്നു. ഇപ്പോൾ പുതുതായി ഇവർ വായിക്കാൻ തുടങ്ങുന്ന സീൻ നമ്മളെ കാണിക്കുന്നു. ലോറി അവിടെ നിന്നും പോകുന്നു. ആ പെൺകുട്ടി ഇതിനോടകം മരിച്ചുപോയി എന്നൊരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പ്രേതമാണ്. ഇവന്മാർ രണ്ടുപേരും ഇവരോട് മോശമായി പെരുമാറണമെന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഗിയർ മാറ്റുന്ന പോലെയൊക്കെ ഈ പെൺകുട്ടിയെ മോശമായി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജിൽ ഇവർ രണ്ടുപേരും സാധാരണ പോലെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. ഇവരും വിടൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും തള്ളി മാറ്റുന്നുണ്ട്. അങ്ങനെ തള്ളി വിടുമ്പോൾ എതിരെ വരുന്ന പോലീസിനെ ഇടിക്കുന്നത് പോലെ ഇവർ വരുന്നു. ഇപ്പൊ പോലീസ് ഈ സ്ഥലത്ത് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. പോലീസ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നീ ഉടനെ ഇവളുടെ വായ പൊത്തിപ്പിടിക്ക് എന്ന് ഈ ഡ്രൈവറും പറയുന്നുണ്ട്. ഇവനും ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത വിധം വായ പൊത്തിപ്പിടിക്കുന്നു. എന്താ കുടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. അല്ല സാർ, 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് അവൻ പറയുന്നു. ശരി, നോക്കിപ്പോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി കഷ്ടപ്പെട്ട് വന്ന് ഹോൺ അടിക്കുന്നത്. എന്താ ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് എന്ന് ഇദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഉള്ളിൽ നോക്കാമെന്ന് പറഞ്ഞ് എത്തി നോക്കാൻ വരുന്നുണ്ട്. സാർ, അതൊന്നുമില്ല എന്ന് ഡ്രൈവർ മാനേജ് ചെയ്യാൻ നോക്കുന്നു. അത് വകവെക്കാതെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വാതിൽ തുറന്ന് ആ സ്ഥലത്ത് നോക്കുന്നുണ്ട്. നോക്കിയാൽ അവിടെ ആരെയും കാണാനില്ല. അതിനുള്ളിൽ എവിടെ പോയി എന്ന് ഡ്രൈവർ തന്നെ ആലോചിക്കുന്നുണ്ട്. വയറിംഗ് പ്രോബ്ലം ആണ് സാർ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് അവൻ പറയുന്നു. ആ ക്ലീനർ ചെക്കനും ആ സൈഡിൽ അവരെ ലോക്ക് ചെയ്തതുപോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പോലീസും സെന്റർ ഫ്രഷ് കഴിച്ചുകൊണ്ട് പോകാൻ തുടങ്ങാണ്. അറിയാതെ താഴെ ഇട്ട് കളയുന്നു. അതെടുക്കാമെന്ന് പറഞ്ഞ് കുനിയുമ്പോൾ അവരെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ സംഗതി മനസ്സിലായ ഇദ്ദേഹം ഇവരെ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ക്ലീനർ ചെക്കൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ ഡ്രൈവർ മാത്രം ഈ സ്ഥലത്ത് പെട്ടുപോകുന്നു. ഇപ്പോൾ പോലീസ് ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെയും ഡ്രൈവറെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ സ്റ്റേഷനിൽ ഒരേ ഒരു കോൺസ്റ്റബിൾ മാത്രമാണ് ഉള്ളത്. ആ പെൺകുട്ടി പുറത്ത് പേടിച്ചതുപോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്പെക്ടർ ഈ കോൺസ്റ്റബിളിനെ വിളിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഉള്ളിലേക്ക് അയക്കേ എന്ന് പറയുന്നു. സാർ, ലേഡി കോൺസ്റ്റബിൾ ഇല്ല എന്ന് ഇദ്ദേഹം അടിക്കുന്നുണ്ട്. അയക്കാൻ പറഞ്ഞാൽ അയക്കടാ എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ കോൺസ്റ്റബിളും വേറെ വഴിയില്ലാതെ ഈ പെൺകുട്ടിയെ ഉള്ളിലേക്ക് അയക്കുന്നു. എന്താ കോളേജിൽ പഠിക്കുകയാണോ എന്നൊക്കെ ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിന്റെ ബാഗ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വാങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട്. കാര്യമായി ഒന്നും അതിലില്ല, അത് വലിച്ചെറിയാണ്. നിന്നെ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നു. ഇവരും ഭയങ്കരമായി മടിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, എഴുന്നേക്ക് എന്ന് പറയാണ്. ഇവരും വേറെ വഴിയില്ലാതെ എഴുന്നേക്കുന്നു. ഇദ്ദേഹം ചെക്ക് ചെയ്യുന്നു എന്ന വ്യാജേന മോശമായി അവരെ തൊടുന്നു. കറക്റ്റായി കോൺസ്റ്റബിൾ ഈ സ്ഥലത്തേക്ക് വരുന്നു. എന്താടോ എന്ന് ഇദ്ദേഹവും ദേഷ്യപ്പെടുന്നുണ്ട്. ചായ കുടിക്കുന്ന ടൈമായി എന്ന് പറയാണ്. വേഗം പോയി വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ ഈ കോൺസ്റ്റബിൾ ബൈക്ക് എടുത്ത് ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. കുറച്ച് ദൂരം മാറി ചായ വാങ്ങാനായി ഒരു സ്ഥലത്തേക്ക് വരുന്നു. വേഗം 2 ചായ എടുക്ക് എന്ന് പറയുന്നു. ഇരിക്ക് സാർ, ഞാൻ ഇട്ട് തരാം എന്ന് ആ കടക്കാരൻ പറയുന്നു. അപ്പോഴാണ് ആ കടക്കാരന് ന്യൂസ് പേപ്പർ കൊടുക്കാനായി ഒരു പയ്യൻ വരുന്നത്. അവൻ കൊടുത്ത ന്യൂസ് പേപ്പർ ആ കടക്കാരൻ മാറ്റിവെക്കുന്നു. കോൺസ്റ്റബിളും ചായ വാങ്ങി പോകാൻ തുടങ്ങാണ്. അപ്പോഴാണ് ന്യൂസ് ശ്രദ്ധിക്കുന്നത്. ഒരു ലോറിയും ജീപ്പും കൂട്ടിയിടിച്ചു. ലോറിയിൽ വന്ന 2 പേരും ജീപ്പിൽ വന്ന ഇൻസ്പെക്ടറും മരിച്ചുപോയി എന്നതിൽ എഴുതിയിരിക്കുന്നു. ഇത് അദ്ദേഹം ഷോക്കിംഗ് ആയി നോക്കുകയാണ്. സാർ, ബാക്കി പൈസയ്ക്ക് സെന്റർ ഫ്രഷ് വെച്ചോളൂ എന്ന് കടക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുവരെ ഇവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അബദ്ധത്തിൽ ഒരു ഗ്ലാസ് തട്ടിയിടുന്നു. സോറി എന്നിവരെ നോക്കി പറയുന്നുണ്ട്. ബാക്കി വായിക്ക് എന്ന് പറയാണ്. ഇവർ ബാക്കി ഈ സ്ഥലത്ത് വായിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരുത്തം വന്ന ഒരു സ്ഥലത്ത് പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ആ പോസ്റ്ററിൽ നോക്കിയാൽ ഈ കോൺസ്റ്റബിൾ അടക്കം മരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പോസ്റ്റർ ഒട്ടിക്കുന്നു. ഇപ്പോൾ ഒരേ ജീപ്പിൽ ഇവരെല്ലാവരും പ്രേതം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വായിക്കുന്ന പ്രിയയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്താ സെന്റർ ഫ്രഷ് നോക്കുന്ന പോലെ തന്നെയല്ലേ കാണിച്ചത്, അയാൾ എങ്ങനെ മരിച്ചുപോയി എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഇൻസ്പെക്ടർക്കല്ലേ സെന്റർ ഫ്രഷ് ഇഷ്ടമാണെന്ന് കാണിച്ചത്, അത് മുഖേന ഇത് കണ്ടിന്യൂ ആകുന്നു എന്ന് പറയാൻ വരികയാണെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന്, എനിക്ക് വോഡ്ക ഇഷ്ടമാണ്, വോഡ്ക മുഖേന ഇത് കണ്ടിന്യൂ ആയാൽ എങ്ങനെയിരിക്കും, അതുപോലെ തന്നെയാണ് എന്ന് ഇദ്ദേഹവും പറയുന്നു. അങ്ങനെ നോക്കിയാൽ എനിക്ക് ആപ്പിൾ വളരെ ഇഷ്ടമാണ്, ഇതുവഴിയാണോ കണ്ടിന്യൂ ആവുന്നത് എന്ന് ഇവരും ചോദിച്ചുകൊണ്ട് ആപ്പിൾ കടിക്കുന്നു. ഇപ്പോൾ കമലിന് വേറെ ജോലിയുണ്ട്, അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോവാണ്. ഇവർ മാത്രമാണ് ഈ സ്ഥലത്ത് തനിയെ ഇരിക്കുന്നത്. ഇപ്പോൾ വ്യത്യാസമായി ഇവർക്ക് ആൾ പെരുമാറ്റം തോന്നുന്നു. ഇവരും ഈ സ്ഥലത്ത് പേടിച്ചു പോകുന്നുണ്ട്. കമൽ എവിടെ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നു. എവിടെ നോക്കിയിട്ടും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കമൽ പറഞ്ഞത് ആലോചിച്ച് നോക്കുകയാണ്. ആ വോഡ്ക ബോട്ടിലിനെയും ഷോക്കിംഗ് ആയി നോക്കുന്നു. ഇപ്പോൾ യാദൃശ്ചികമായി തിരയുമ്പോൾ കമൽ ആ സ്ഥലത്ത് വരുന്നുണ്ട്. ഇവർ പെട്ടെന്ന് അടിക്കുന്നു. അതിനുശേഷമാണ് സോറി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കവളിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇവരെ കെട്ടിപ്പിടിച്ച് റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഈ സ്ഥലത്ത് വെച്ച് ഇവർ രണ്ടുപേരും റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് 12 മണിക്ക് കമൽ സെറ്റ് ചെയ്ത അലാറം അടിക്കുന്നത്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇവർക്കായി ഒരു മോതിരം വാങ്ങിയല്ലോ, ആ മോതിരം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഫോൺ കോൾ വരുന്നത്. ഇദ്ദേഹം അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ആ സൈഡിൽ നിന്നും പ്രിയയുടെ ഭർത്താവാണ് വിളിച്ചിരിക്കുന്നത്. നീ ചെയ്ത കാര്യത്തിന് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്നൊക്കെ പറയാണ്. എൻ്റെ പ്രിയ എൻ്റെ അടുത്ത് നിന്ന് നീ പിരിച്ചില്ലേ എന്ന് പറയാണ്. എന്ത് പിരിച്ചെന്നോ എന്ന് ഇദ്ദേഹം ആലോചിക്കുകയാണ്. ആ സൈഡിൽ നോക്കിയാൽ പ്രിയ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പ്രിയ മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ ഷോക്കായി അദ്ദേഹവും ഫോൺ താഴെ ഇടുന്നു. ഇപ്പോൾ വേഗത്തിൽ മുകളിൽ പോയി നോക്കുകയാണ്. പ്രിയ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ചുറ്റും അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ആലോചിച്ച് നോക്കുന്നത്.
അതായത് ഇഷ്ടപ്പെട്ട വസ്തുവിലൂടെ പാസ്സാകും എന്ന് പറഞ്ഞില്ലേ, ആ കാര്യമാണ് ആലോചിച്ച് നോക്കുന്നത്. അവർ ആപ്പിൾ എടുത്ത് കഴിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്ക് ഇദ്ദേഹവും വരുന്നു. ഇപ്പോൾ പതുക്കെ ആ ആപ്പിൾ എടുത്ത് നോക്കുന്നുണ്ട്. കടിച്ചതുപോലെ അടയാളമുണ്ട്. ഇത് കണ്ട് ഭയങ്കരമായി ഷോക്കായി പോവാണ്. ഇതെല്ലാം കഥ പോലെ ശിവയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ആക്സിഡന്റ് ആകുന്ന ശബ്ദം കേൾക്കുന്നു. ഇവരെല്ലാവരും നോക്കാനായി പോകുന്നുണ്ട്. ഇവർ 3 പേരും ചേർന്ന് ആ സ്ഥലത്തേക്ക് വരുന്നു. ഒരു വണ്ടി മരത്തിലിടിച്ച് ആക്സിഡന്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വണ്ടിയിലുള്ള 2 പേരും മരിച്ചുപോയി എന്നിവർക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ചിന്ന ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ നോക്കിയാൽ കെട്ടുകണക്കിന് പണമുണ്ട്. ചിന്ന എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മിണ്ടാതെ ഈ പണം നമുക്ക് എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. ഇവർ 2 പേരും അത് സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നം വരാൻ പോവുകയാണ്, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു. എന്നാൽ ചിന്ന, ഈ 2 ബോഡിയെ മാത്രം നമുക്ക് കൃത്യമായി ഡിസ്പോസ് ചെയ്താൽ ഈ പണമൊക്കെ നമുക്കാണ്. ഇതുപോലൊരു അവസരം കിട്ടില്ല, ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറയാണ്. ഇപ്പോൾ അവരുടെ 2 പേരുടെയും മനസ്സ് മാറുന്നു. ശരി, ഈ കാര്യം ഒരുമിച്ച് തന്നെ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്ന എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ശിവ, നീ പറഞ്ഞ കഥ നന്നായിരുന്നു, ബാക്കി കഥ പറ എന്ന് ചോദിക്കുകയാണ്. ഈ സ്ഥലത്ത് ശിവയും ബാക്കി നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. പ്രിയയുടെ ഭർത്താവും നിന്നെ കൊന്നുകളയുമെന്ന് കമലിനോട് പറഞ്ഞില്ലേ, ഇപ്പോൾ കമലിന്റെ വീട്ടിലേക്ക് തോക്കുമായി വരുന്നുണ്ട്. കമൽ, നീ എവിടെയാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നു. ഇപ്പോൾ അമാനുഷികമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ കമൽ പ്രേതമായി നിൽക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നു. ഇദ്ദേഹം പേടിച്ച് ഒരു വോഡ്ക ബോട്ടിൽ വെച്ച് അടിക്കാം എന്ന് വരുന്നു. ഇപ്പോൾ വോഡ്ക ബോട്ടിൽ മുഖേന ഇദ്ദേഹം ചാകാൻ പോകുന്നു എന്ന് കാണിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാണ് കമലിന്റെ ഫ്രണ്ട് കമലിനെ കാണാനായി വീട്ടിലേക്ക് വരുന്നത്. കമലിനെ വിളിച്ചു നോക്കുന്നു. കമലിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേസമയം പ്രിയയുടെ ഭർത്താവിനും എന്തു പറ്റിയെന്ന് അറിയില്ല. ഇദ്ദേഹം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇതുവരെയാണ് ശിവ പറയുന്നത്. ഇപ്പോൾ ചിന്നയും വണ്ടി നിർത്തുന്നുണ്ട്. ഈ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിയിട്ട് വാ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ ശിവയും വാങ്ങാനായി പോവാണ്. ക്യാനിൽ പെട്രോൾ തരില്ല എന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ട്. ഇത് കാരണം ചിന്നയ്ക്ക് കോൾ ചെയ്ത് കാര്യം പറയുന്നു. എക്സ്ട്രാ ക്യാഷ് തരാം എന്ന് പറ, തീർച്ചയായിട്ടും തരും എന്ന് ഇദ്ദേഹവും പറയുന്നു. അതുപോലെ ശിവ ആ സ്ഥലത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയും പണം വാങ്ങി പെട്രോളൊക്കെ നിറച്ചു കൊടുക്കും. ഇപ്പോൾ ചിന്ന, എന്തിനാണ് നമ്മൾ 3 പങ്കായി തിരിക്കുന്നത്? 2 പങ്കായി തിരിക്കാം. ആ ശിവയുടെ കഥ കഴിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ദേഷ്യം വന്ന ലക്ഷ്മിയും കവളത്തൊരു അടി കൊടുക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹവും മിണ്ടാതിരിക്കുകയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശിവ വരുന്നുണ്ട്. പോകാമെന്ന് പറയുന്നു. ചിന്നയും ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ 2 ബോഡി ഉണ്ടല്ലോ. ഇവർ 3 പേരും ചേർന്ന് ആ ബോഡി 2ഉം വെളിയിൽ കൊണ്ടുവരുന്നു. അതേസമയം കുറച്ച് മാറി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ചിന്ന, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പോയി നോക്ക് എന്ന് പറയുന്നു. ശിവയും ശരി എന്ന് പറഞ്ഞ് പോവാണ്. ഇപ്പോൾ ചിന്ന പെട്രോളൊക്കെ മേലേക്ക് ഒഴിക്കുന്നു. ഇപ്പോൾ കത്തിക്കണമെന്ന് വിചാരിക്കുന്നു. അതിനുള്ളിൽ ഇവർ പുറകിൽ നിന്നും കത്തി കൊണ്ട് കുത്തി ചിന്നയുടെ കഥ കഴിക്കുന്നു. ഇപ്പോൾ ചിന്നയുടെ ബോഡിയുടെ കൂടെ ചേർത്ത് 3 ബോഡിയും കത്തിച്ചു കളയുന്നു. ലക്ഷ്മി പണത്തിന് വേണ്ടി എന്തോ പ്ലാൻ ഇടുന്നുവെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഇവർ ഈ സ്ഥലത്ത് നിന്നും പോകാം എന്ന് പറയാണ്. ചിന്ന വരുന്നില്ലേ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. ചിന്ന വേറെ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് പോകാൻ പറഞ്ഞു എന്നിവർ പറയുന്നു. ഇദ്ദേഹം ശരി എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുന്നു. വീണ്ടും പെട്രോൾ അടിക്കണം എന്ന് ശിവ പറയുന്നു. നേരത്തെ പോയ കടയിൽ പോകണ്ട, വേറൊരു സ്ഥലം പറയാം, ആ സ്ഥലത്തേക്ക് പോകും എന്നിവർ വഴി പറഞ്ഞു കൊടുക്കുന്നു. ആ വഴിയിൽ ഇദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ ഒരിടത്ത് ഈ വണ്ടി റിപ്പയർ ആവുന്നു. നീ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കെ, ഞാൻ ശരിയാക്കാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ശിവയും ട്രൈ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ ശിവയ്ക്ക് വ്യത്യാസമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വളരെ പേടിക്കുന്നുണ്ട്. ഇപ്പോൾ വേഗത്തിൽ റിപ്പയർ ഒക്കെ ചെയ്തു തീർക്കുന്നു. വണ്ടിയിൽ നോക്കിയാൽ അവരെ കാണാനില്ല. അതിനുള്ളിൽ ഇവൾ എവിടെ പോയി എന്ന് ഇദ്ദേഹം ആലോചിക്കുന്നു. ശരി, അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തും ഇവരെ അന്വേഷിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് ഒരിടത്ത് ഇവർ വീണ് കിടക്കുന്നത് കാണുന്നത്. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു സ്പ്രേ അടിക്കുന്നു. ആ വണ്ടിയിൽ ഒരു വലിയ തോക്കുണ്ടായിരുന്നു. ആ തോക്ക് വെച്ച് ഇവരെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കി ലക്ഷ്മിക്ക് കോൾ വരുന്നുണ്ട്. സംസാരിക്കുന്ന ആരാണെന്ന് നോക്കിയാൽ ആ സൈഡിൽ നിന്നും ശിവയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പെട്രോൾ പമ്പിൽ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നെ പറ്റിച്ചിട്ട് നിങ്ങൾ 2 പേരും മാത്രം പണം എടുത്തു പോകാം എന്ന് കണക്ക് കൂട്ടിയോ? അത് നടക്കില്ല. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയും എന്നൊക്കെ ഭീഷണിപ്പെടുത്താണ്. ഇതെങ്ങനെ സാധിക്കും എന്നിവരും ഭയങ്കരമായി ഈ സ്ഥലത്ത് ഷോക്കാവുന്നു. ഇപ്പോൾ താഴെ ശിവയെ നോക്കിയാൽ ശിവ മായമായി മറഞ്ഞു പോയിരിക്കുകയാണ്. ഇവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇനി തിരിച്ച് ആ സ്ഥലത്തേക്ക് പോവാം എന്ന് ആലോചിക്കുകയാണ്. എന്താ തിരിച്ചു വന്നില്ലേ എന്ന് ചോദിച്ച് ശിവയും ഈ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എന്തെങ്കിലും വണ്ടി പിടിച്ച് നമുക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി ആ വഴിക്കായി വരുന്നുണ്ട്. ഇദ്ദേഹം ലിഫ്റ്റ് ചോദിച്ച് വേഗത്തിൽ വണ്ടിയിൽ കയറുന്നു. വണ്ടിയിലുള്ളവരെ പോലും ശ്രദ്ധിക്കാതെ പോകുന്നത് നോക്കുന്നു. ഇപ്പോൾ അവരും എങ്ങോട്ടേക്ക് പോകണം എന്ന് ചോദിക്കുന്നുണ്ട്. നേരെ പോയിക്കൊണ്ടിരിക്കും, ഞാൻ പറയാം എന്ന് പറയാണ്. നോക്കിയാൽ ആ വണ്ടി ഓടിക്കുന്നത് തന്നെ മരിച്ചുപോയവരാണ്. ഇദ്ദേഹം ഷോക്കായി പോകുന്നു. ഇപ്പോൾ ലക്ഷ്മിയും ബോഡിയെ കത്തിച്ചില്ലേ, ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരാണ്. വണ്ടി ഈ സ്ഥലത്ത് വന്ന് റിപ്പയർ ആവുന്നുണ്ട്. ശരിയാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വഴിക്കായി കറക്റ്റായി മരിച്ചുപോയ 2 പേര് വരുന്നു. എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുകയാണ്. ഇവരും വേണ്ട എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എങ്ങനെയാണ് ഈ മരിച്ചുപോയവർ വന്നത് എന്ന് ആലോചിക്കുകയാണ്. ഇവർ തന്നെയല്ലേ ബോഡി കത്തിച്ചത്? വേഗത്തിൽ ഇവരും ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നു. നോക്കിയാൽ ബോഡി കത്തിച്ച പോലെ ഒരു അടയാളവും ഇല്ലാതിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കും എന്നിവർ ആലോചിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ഒരാളുടെ പേഴ്സ് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്.
ആ പേഴ്സ് മാത്രമുണ്ട്. ഇപ്പോൾ വീണ്ടും അതേ വണ്ടി വന്ന് ഇവരെ ഇടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം സമ്പൂർണേഷ് ബാബു കഥ പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നു. ഈ കഥയ്ക്ക് പേര് ഹാഫ് സ്റ്റോറീസ് എന്ന പേരും കൊടുക്കുകയാണ്. സമ്പൂർണേഷും ഒരു പ്രൊഡ്യൂസറെ കാണാനായി വരുന്നുണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സ്റ്റോറി വാങ്ങി വായിച്ച് ഓക്കെ പറയുന്നു. ഇപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. നിനക്ക് കോമഡി പക്ക സെറ്റാവും, എന്നാൽ സീരിയസ് ആയ സിനിമ നിനക്ക് എങ്ങനെ സെറ്റാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആലോചിക്കാൻ സമയം വേണം, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് റെസ്റ്റ് റൂമുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പ്രൊഡ്യൂസറും വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. എന്തോ കഥ പറയാന്ന് പറഞ്ഞില്ലേ, എന്ത് കഥയാണ് എന്ന് ചോദിക്കുകയാണ്. എന്താണ് അയാൾ ആദ്യം മുതൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്ന് സമ്പൂർണേഷും ഭയങ്കരമായി ഷോക്കാവാണ്. ഇപ്പോൾ വേഗത്തിൽ റെസ്റ്റ് റൂം വാതിൽ തുറന്ന് ചെക്ക് ചെയ്യാണ്. അവിടെ ആരും ഉള്ളതുപോലെ തോന്നുന്നില്ല. ആദ്യത്തെ തവണ വന്നപ്പോൾ സിഗരറ്റ് വലിച്ച് അണച്ചു കളഞ്ഞില്ലേ, അത് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. ആ സ്ഥലത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. സിഗരറ്റ് അണച്ചതുപോലെ ഒരു പാടുണ്ട്. ഇത് കണ്ട് ഭയങ്കരമായി ഷോക്കാവാണ്. പ്രൊഡ്യൂസർ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സമ്പൂർണേഷ് പേടിച്ചതുപോലെ ഇവിടെ നിന്ന് ഓടുകയാണ്. ഇതെല്ലാം ഒരു തിയേറ്ററിൽ സിനിമ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ തീർന്നു, എന്നാലും ഒരു പയ്യൻ ഇരുന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് വന്ന ചേട്ടൻ എന്താടാ സിനിമ തീർന്നിട്ടും പോവാതിരിക്കുന്നത്, പോ എന്നൊക്കെ പറയാണ്. ഇവൻ എഴുന്നേൽക്കുമ്പോഴാണ് ബീഡി കെട്ട് ഇവൻ വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. നീ മുരുകന്റെ മകനല്ലേ, ഈ വയസ്സിലെ ബീഡിയൊക്കെ വലിക്കുന്നുണ്ടോ? നിന്റെ അച്ഛനോട് ഞാൻ പറയാം, ആദ്യം പോടാ എന്നൊക്കെ പറയാണ്. ആ പയ്യൻ ചെറുതായി തുറച്ചു നോക്കിക്കൊണ്ട് പോകുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഈ സെക്യൂരിറ്റി തിയേറ്ററിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് സൈക്കിൾ എടുത്ത് പോകാൻ തുടങ്ങുന്നു. ഇദ്ദേഹം വന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഒരു ബോഡി കത്തുന്നത് പോലെ നമ്മൾ കാണിക്കുന്നു. ഇദ്ദേഹം ആ ബോഡിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും ആരോ മുതുകിൽ കൈവെക്കുന്നുണ്ട്. ഇദ്ദേഹം ഷോക്കായി തിരിഞ്ഞു നോക്കിയാൽ ആ സ്ഥലത്ത് വെട്ടിയാൻ, അതായത് ശവക്കുഴി വെട്ടുന്ന ആളാണ് നിൽക്കുന്നത്. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? മുരുകന്റെ മകനുണ്ടല്ലോ, അവൻ ആക്സിഡന്റിൽ രാവിലെ മരിച്ചുപോയി എന്ന് പറയാണ്. ആ മുരുകന്റെ മകനെയാണ് ഇദ്ദേഹം തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടാവുക. എന്ത്, മരിച്ചുപോയോ എന്ന് പറഞ്ഞ് ഷോക്കായതുപോലെ ഇദ്ദേഹം വണ്ടിയെടുത്ത് വേഗത്തിൽ ഇവിടെ നിന്നും പോവാണ്. ഇപ്പൊ മുരുകനെ കണ്ട് ഈ കാര്യം പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് വാതിൽ തട്ടുന്നു. മുരുകൻ ഉറക്ക ചടവോടെയാണ് വാതിൽ തുറക്കുന്നത്. എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. നിന്റെ മകനെ ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടു, എന്നാൽ വെട്ടിയാനോട് ചോദിച്ചപ്പോൾ രാവിലെ തന്നെ അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാണ്. ഏത്, എന്റെ മകൻ മരിച്ചുപോയോ? ആ വെട്ടിയാൻ 2 ആഴ്ച മുമ്പ് മരിച്ചുപോയതാണ് എന്ന് ഇദ്ദേഹം പറയാണ്. എന്ത്, വെട്ടിയാൻ മരിച്ചുപോയോ എന്ന് ഇദ്ദേഹം ഷോക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തി വാതിൽ അടച്ച് കിടക്കാൻ പോകുന്നു. ഇപ്പോൾ ഇദ്ദേഹവും ചെറുതായി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സ്ഥലത്ത് വെട്ടിയാൻ സൈക്കിളിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് ബീഡി എടുത്ത് വലിക്കാൻ തുടങ്ങുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഒരു പയ്യൻ ടാബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മളെ കാണിക്കുന്നു. ഒരു സ്ത്രീ പാചകം ചെയ്യുമ്പോൾ കൈ മുറിച്ചില്ലേ, അവരുടെ കയ്യിൽ നിന്നും വന്ന രക്തം അബദ്ധത്തിൽ ആ പയ്യന്റെ മേലേക്ക് വീഴുന്നു. അപ്പോഴാണ് ആ സ്ത്രീക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടാവുക. അവരും അറ്റൻഡ് ചെയ്യാനായി പോവാണ്. ആ പയ്യനും മുഖത്തുള്ള ആ രക്തക്കരയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീയും ഫോണിൽ സംസാരിക്കുന്നു. എനിക്ക് സാറിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. ഈ പയ്യൻ ടാബിൽ ബാക്കി എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ലക്ഷ്മിയുടെ അച്ഛനും 2ആം അമ്മയും ചേർന്ന് ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇതിലൊന്നും നിൽക്കില്ല, തുടർച്ചയായി കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും എന്ന് കാണിച്ച് സിനിമ അവസാനിപ്പിക്കുന്നു. ഈ സിനിമയുടെ കഥ മുഴുവനായി കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് ഹാഫ് സ്റ്റോറീസ് എന്ന് തന്നെ വച്ചിരിക്കുന്നത്. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.